ഹലോ ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു ടി വി സാഗ്. സോ ഞാനിപ്പോൾ ഉള്ളത് വീട്ടിലാണ്. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം നടക്കാൻ പോകും. അതായത് നമ്മളെ കുടുംബത്തിലേക്ക് ഒരു പുതിയ മെമ്പർ കൂടി വരികയാണ്. മെമ്പർ എന്ന് വിചാരിക്കുമ്പോൾ വ്യക്തിയല്ല, കാറ്. അപ്പോൾ നമ്മളെ പഴയ കാറ് മാറ്റിയിട്ട് മാറ്റുന്നില്ല, തൽക്കാലം ഇതിന് പകരം ഒരു പുതിയ കാറ് വാങ്ങിക്കേണ്ട പ്ലാനാണ്. അപ്പോൾ ഇന്നാണ് അതിൻ്റെ ഡെലിവറി. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാനുള്ള റെഡി ആയിക്കൊണ്ടിരിക്കുക. അമ്മ അച്ഛനുണ്ട്, അപ്പോൾ അച്ഛൻ പുറത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ അമ്മയും ചേച്ചിയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ പഴയ കാറ്, റിറ്റ്സ്. പണ്ടത്തെ മോഡല്. എനിക്ക് 2008 എപ്പോൾ അമ്മ വാങ്ങിച്ചത് നമ്മളെ വണ്ടി? എപ്പോൾ വാങ്ങിച്ചേ? 2012 വാങ്ങിച്ച വണ്ടിയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എത്രയാണ്, 10 years ആയി, ഏകദേശം 10 years യൂസ് ചെയ്തത്. അപ്പോൾ ആ ഒരു പപ്പട പരുവത്തിലാണ് ഉള്ളത്. എന്നാലും നല്ല മെഷീനാട്ടോ. ലൈക്ക് റിറ്റ്സ് നല്ല വണ്ടിയാണ്. പക്ഷേ അതിൻ്റെ ഒരു ഇത് കഴിഞ്ഞു, അതിൻ്റെ ഒരു യുഗം കഴിഞ്ഞു എന്ന് പറയാം നമുക്ക്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ വെച്ച് കാണാം. ഹായ് ബാബ. 4 ആളും കൂടി ഒരു ഓട്ടോയിൽ പോകാറ്. പിന്നെ നമുക്കെന്താ വെച്ചാൽ വണ്ടി എടുക്കേണ്ടതുകൊണ്ട് നമുക്കെന്തായാലും അവിടെ വണ്ടി വെച്ച് പിന്നെയും 2 വണ്ടിയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ഓട്ടോ പിടിച്ച്, തൊട്ടടുത്ത ഓട്ടോയിലാണ് സ്ഥലം. അപ്പോൾ ഓട്ടോ പിടിച്ച് അവിടത്തേക്ക് പോവാണ്. സ്ട്രഗിളിങ്ങാണ് ഏച്ചൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പുറത്തെത്തുക ഇങ്ങനെയുള്ളത്. അമ്മയ്ക്ക് നമ്മൾ ഓട്ടോയിൽ 4 ആൾ ഓട്ടോയിൽ പോയി കുറേ കാലമായി തോന്നുന്നു അല്ലേ? പണ്ട് തന്നെ കുറേ കാറിന് വരുന്നതിന് മുമ്പ് നമ്മൾ ടൗണിൽ പോകും, കണ്ണൂർ ടൗണിൽ. അപ്പോൾ ആ സമയത്ത് അവിടുന്ന് ചുറ്റാൻ വേണ്ടിയിട്ട് ഓട്ടോയിൽ പോകാറുണ്ടായി. എന്നാ പറഞ്ഞേ? നല്ല രസമുണ്ട് കുലുങ്ങി പോവാല്ലേ, അഡ്വഞ്ചറാ. നീണ്ട പരിശ്രമത്തിലൂടെ നമ്മളിവിടെ എത്തി. ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രയാണ്. കാരണം എന്താ വെച്ചാൽ, ഒന്നാമത് നമ്മുടെ കണ്ണൂർ കൂത്തുപറമ്പ് മെയിൻ റോഡ് അടച്ചിട്ടില്ല, 3-ാം പാലത്ത് പണി നടക്കുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ വളഞ്ഞിട്ടാവല്ലോ അല്ലേ, ഇവളായിരുന്നു സൈഡിലിരിക്കേണ്ടത്. തെറിക്കേണ്ട ആ ഒരു വക്കത്തായിരുന്നു. എന്തൊരു ഭാഗ്യത്തിന് അങ്ങ് പുറത്തെത്തില്ല. നമ്മുടെ വണ്ടി അവിടെ റെഡ് കവറിട്ടിട്ട്, അതാണ് നമ്മുടെ വണ്ടി അവിടെ റെഡി ആയിരിക്കും ഡെലിവറിക്ക് വേണ്ടിയിട്ട്. സുനൂട്ടി ഫുൾ സോളാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തില്ല. കാരണം വെച്ചാൽ ഫാമിലിയിലേക്ക് ഇങ്ങനെ പുതിയൊരു വണ്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒബ്വിയസ് ആയിട്ട് സന്തോഷം ഉണ്ടാവില്ല. പുതിയ വണ്ടി, പുതിയ അങ്ങനത്തെ സംഭവമൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ അല്ലേ, ഫാമിലിയിലേക്ക് വരുമ്പോൾ. പട്ടിയില്ലല്ലോ ഇനിയിപ്പോൾ പുതിയ അതിൻ്റെ സൊല്ലുണ്ട് വേറെ. പുതിയൊരാളും കൂടി വരുന്നുണ്ട്, അതൊക്കെ പിന്നെ പറയാല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം വണ്ടി ഏതാണെന്ന്. കാറൊക്കെ നോട്ടീസ് ചെയ്യുന്നവർക്ക് ഒരു ധാരണ ഉണ്ടാവും ഏതായിരിക്കും വണ്ടി. എന്നാലും ഒരു സർപ്രൈസ് ഇരിക്കട്ടെ. വണ്ടി എന്താ പറയാ, ഈ ചേട്ടനാണ് നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നത്, ജിതിൻ അല്ലേ. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും വൈകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചേട്ടനെ സമീപിക്കുക. എങ്ങനെയുണ്ട് സെയിലൊക്കെ കാര്യങ്ങൾ? ഏറ്റവും ബെസ്റ്റ് മോഡലാണ് XPS. അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളും ഇൻബിൽട്ടായിട്ടുണ്ട്. റിമോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കാൻ വേണ്ടി. ഓക്കെ, ബട്ടൺ ഹോൾഡ് ചെയ്താൽ മതി. ഇതല്ലേ? ഓക്കെ. അതായത് ലോക്ക് ചെയ്തതിന് ശേഷം പിന്നെ വണ്ടി 3 പ്രാവശ്യം ലോക്ക് ചെയ്യും. ഫസ്റ്റ് ലോക്ക് ആയല്ലോ, പിന്നെ 2 പ്രാവശ്യം ലോക്ക് ചെയ്യാം. ഓക്കെ.
അപ്പൊ ഗൈസ് എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ വണ്ടി ഓടിച്ചിട്ട്? വണ്ടി നല്ല സ്പേഷ്യസ് ആണ്, നല്ല സൂപ്പറാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കണം. ഇപ്പോൾ സൺഡേ ആണ്ട് അവർ ഇവിടെ സ്റ്റാഫ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുത്തെ കിയ കണക്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കണം. അച്ഛൻ്റെ അഭിപ്രായം ചോദിക്കും. സിനിമയുടെ വണ്ടിയാണല്ലോ, ഇങ്ങോട്ട് നോക്കുവോ? അച്ഛാ പെട്രോൾ പമ്പ്, പെട്രോൾ നമുക്ക് എന്താ പറയാ, ആദ്യം വ്യാധിയും ഒന്നുമില്ല. ഇനിയിപ്പം നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോകും അല്ലേ. തളാപ്പമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്ന് ചെറിയൊരു പൂജ കലാപരിപാടി, അതിനുശേഷം നേരെ വീട്ടിലേക്ക് റിട്ടേൺ. അപ്പോൾ ഗൈസ് വണ്ടി പൂജയ്ക്കാണ്. തളാപ്പമ്പലത്തിൽ വന്നിട്ടുള്ള ചെറിയൊരു പരിപാടി. അപ്പോൾ നമ്മൾ ഭയങ്കര സൗണ്ട്, പക്ഷെ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തി. ഇപ്പോൾ നമ്മളെ കിയ കണക്റ്റ് ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ അതൊന്നും നമ്മൾ അവിടെ സമയം കാരണം അതൊന്നും നമുക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്താ ഓക്കെ, ടൈം ഉണ്ടായിട്ടില്ല, പൂജയും കാര്യങ്ങളുള്ളതുകൊണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വന്നു. അപ്പോൾ കിയ കണക്റ്റും കാര്യങ്ങളൊക്കെ പഠിക്കണം. പിന്നെ വണ്ടി നല്ല സ്പേഷ്യസ് ആണ്, നല്ല സ്പേഷ്യസ് വണ്ടി. പിന്നെന്താ, പിന്നെ അതായത് ഔട്ട് സൈഡ് നമുക്ക് എൻജിന് ഓൺ ചെയ്യാം, ലൈക്ക് പുറത്തുനിന്ന്. അപ്പോൾ അത് ഇപ്പം എങ്ങനെയാണെന്ന് നോക്കണം, അതൊന്ന് നോക്കണം. പിന്നെ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ ഇവിടെ പവർ വിൻഡോയുടെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിൽ എന്താ സൗണ്ടിൻ്റെ സ്വിച്ചും, കോള് കട്ട് ചെയ്യേണ്ട അത് മോഡ്. പിന്നെ ക്രൂയിസ് കൺട്രോൾ ഇവിടെ സ്വിച്ച് വന്നിട്ട് സെറ്റ് ചെയ്യണം. ക്രൂയിസ് കൺട്രോളിൻ്റെ അതായത് സ്പീഡ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിപ്പം മനസ്സിലാവും അവിടെ മാറുന്നത്. വണ്ടിയുടെ ഇൻഫോർമേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ടയർ പ്രഷർ, ഡ്രൈവർ ഇൻഫോർമേഷൻ, പിന്നെ എത്ര കിലോമീറ്റർ പോകും, ഫ്യൂവല്, അങ്ങനെ. പിന്നെ ഇതിപ്പം പഠിക്കണം. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഡീപ്പായിട്ട് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞില്ല, ടൈം കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ ഫ്രണ്ടിൽ വരുന്നത് നല്ല സ്റ്റെയറിങ് നല്ല കംഫർട്ടബിളാണ്. അത് പിടിക്കാനും ഇതാക്കാനൊക്കെ ഭയങ്കര എന്താ പറയുക, ബ്യൂട്ടി എലഗൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. നല്ല രസമുണ്ട്. ഇൻറ്റീരിയറൊക്കെ നല്ല ഡിസൈന്, സെൽറ്റോസ് ഡിസൈനിന് പറയണ്ടല്ലോ, വേറെ ലെവലാണ്. പിന്നെ ഇവിടെ വരുന്നത് എ സിയുടെ സിസ്റ്റമാണ്. എ സി അതിൻ്റെ സംഭവമൊക്കെ ഓട്ടോ വരുന്നുണ്ട്, ഓട്ടോ എ സി. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ റണ്ണിങ്ങിൽ, ഈ സ്വിച്ച് എന്ന് പറഞ്ഞാൽ റണ്ണിങ്ങിൽ നമുക്ക് ബാക്ക് മിറർ, അതായത് ബാക്ക് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്വിച്ച്. അപ്പോൾ ഈ സെൽറ്റോസിൻ്റെ HTX എന്ന് പറഞ്ഞ മോഡലാണിത്. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചിട്ടുണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ സെയിൽ പോകുന്ന ഒരു മോഡലാണിത്. അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ ഇതിപ്പോൾ സെറ്റപ്പ്, ഇതിലിപ്പം വെഹിക്കിളിൻ്റെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈറ്റും കാര്യങ്ങളൊക്കെ, റിമോട്ട്, അതായത് പ്രസ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നാവിഗേഷൻ ഉണ്ട്, നമുക്ക് അത് സെറ്റ് ചെയ്തിട്ടില്ല, മാപ്പും കാര്യങ്ങളും. അതേപോലെ കിയ കണക്റ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ വോയിസ് റെക്കഗ്നേഷനും, അത് രണ്ടും ആപ്പ് വെച്ച് കണക്ട് ചെയ്യണം. അപ്പോൾ ഞാനത് ടൈം കിട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് അറിയാത്തവർക്ക്. പിന്നെ ഇതാണ് ബാക്ക് വ്യൂ വരുന്നത്. നല്ല സ്പേഷ്യസാണ്, 3 പേർക്ക് സുഖമായിട്ടിരിക്കും ഇവിടെ, നല്ല സ്പേഷ്യസാണ്. പിന്നെ ഇവിടെ നമ്മൾ AC-യുടെ വെന്റിലേറ്റർ ഉണ്ട്. പിന്നെ ഒരു ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്. AC ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, മുമ്പ് അഡ്ജസ്റ്റ് ചെയ്യണം. AC ബാക്കിലേക്ക് വരും. പിന്നെ ഇവിടെ ചാർജിങ് പോർട്ട്, മൊബൈൽ ഹോൾഡർ ഉണ്ട് ഇവിടെ. അങ്ങനെ 3 പേർക്ക് സുഖമായിട്ടിരിക്കാം എന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ, ഞാൻ മോട്ടോ ജേർണലിസ്റ്റും കാര്യങ്ങളൊന്നും അല്ല. എനിക്കിപ്പം യൂസർ എങ്ങനെ, ഒരു സാധാരണക്കാരൻ എങ്ങനെ ഒരു വണ്ടി യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഇനി ഇതാണ് ഫ്രണ്ട് വരുന്നത്. ഫ്രണ്ടിൽ എനിക്കൊന്ന് പഴയ മോഡലിനെക്കാട്ടും ഇവിടെ ഡിസൈൻ അവർ മാറ്റി. ഒരു ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ഒരു ഡേ. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി നമ്മളെ വീട്ടിലേക്ക് ഫാമിലിയിലേക്ക് പുതിയൊരു അപ്ഗ്രേഡേഷനൊക്കെ വരുമ്പം എന്തായാലും സന്തോഷിക്കും, എല്ലാവരും ഹാപ്പിയാണ്.
പിന്നെ നല്ല സർവീസ് ആയിരുന്നു കേട്ടോ കിയയുടെ. അതായത് നമുക്ക് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം വന്നിട്ട് പിന്നെ ചേട്ടൻ നല്ല ഹാപ്പിയാണ്. ഒബ്വിയസ്ലി ഹാപ്പി ആയിരിക്കും എല്ലാവരും. ലൈക്ക് അവർ ഹാപ്പി ആണെങ്കിൽ കസ്റ്റമർ ഹാപ്പി ആവും. ലൈക്ക് അപ്പോൾ വേറെ എന്താ വെച്ചാൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് പിന്നെ അവിടെ വേറെ സ്റ്റാഫ്സ് ഒന്നും ഉണ്ടായില്ല, നമുക്ക് വേണ്ടി മാത്രം. നമ്മളൊരു അർജൻറ്റ് ഡെലിവറി ആയിരുന്നു, അപ്പോൾ അതിന് വേണ്ടി മാത്രമായിട്ട് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് തന്നെയാണ്. ലൈക്ക് ഒരു മാരേജ് ഫംഗ്ഷൻ നടക്കുന്നതുകൊണ്ട് അതിന് വേണ്ടി മാത്രമായിട്ട് തന്നെയായിരുന്നു. പിന്നെന്താ ഇനിയിപ്പം ഇവിടെ ഫംഗ്ഷൻ നടക്കുന്നതുകൊണ്ട് ഇനിയിപ്പം ഫാമിലി കസിൻസും റിലേറ്റീവ്സൊക്കെ വരും കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് വൈകുന്നേരമായി. പുറത്ത് അവിടെ പന്തലിട്ടുണ്ട്, ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പന്തലിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെയാണ് സ്റ്റേജും കാര്യങ്ങളൊക്കെ ആകാൻ പ്ലാന്. അപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ എല്ലാം തിരക്കും കാര്യങ്ങളിലായിരിക്കും. അപ്പോൾ ഞാൻ മാക്സിമം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. എന്തായാലും വെറുപ്പിക്കൽ തുടരും. കാരണം എന്താ വെച്ചാൽ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പരിപാടിയുണ്ട്. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റും ലൈക്ക് പ്രാക്ടീസ് സെഷനും ലൈക്ക് ഭയങ്കര ഫണ്ണാണ്. ലൈക്ക് ഒരു 2-3 ദിവസം മുമ്പൊക്കെ നമ്മൾ ഡാൻസ് കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായി. അപ്പോൾ നല്ല രസമുണ്ടായി സംഭവം. ആർക്കും ഒന്നും അറിയില്ല, ഫുൾ തട്ടിക്കൂടി സംഭവമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതായിരുന്നു. ഇപ്പോൾ ഇന്ന് ഞാൻ ഇവിടത്തേക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോസിന് വരുന്നതായിരിക്കും. അതുവരെയൊക്കെ ബൈ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ വീഡിയോസ് ലൈക്ക് കാണുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.